ലീഗിന്റെ ഇരട്ടത്താപ്പ് വെളിപ്പെടുത്തുന്ന രേഖകൾ പുറത്ത്. സഭയുടെ പിന്തുണ വീണ്ടും കോൺഗ്രസിനും. മുനമ്പം വിഷയത്തിൽ ലീഗിന്റേത് ഇരട്ടത്താപ്പെന്ന് ആക്ഷേപമുയരുന്നു. ഭൂമി പിടിച്ചെടുക്കാൻ വഖഫ് ബോർഡ് തീരുമാനിച്ചത് ലീഗ് നേതാവ് റഷീദ് അലി തങ്ങൾ ചെയർമാനായിരുന്ന കാലത്താണെന്ന വിവരം മറച്ചുവെച്ചാണ് സമവായം എന്ന പേരിൽ ലീഗ് ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുന്നത്. മാത്രമല്ല, കൈവശക്കാർക്ക് നികുതി ഒടുക്കുന്നതിന് അനുമതി നൽകിയ 2022 ഉത്തരവ് റദ്ദാക്കണമെന്ന ആവശ്യം ലീഗ് നേതാക്കൾ ഉന്നയിച്ചിരുന്നു. വഖഫ് ബോർഡ് യോഗത്തിൽ MC മായിൻ ഹാജി അവതരിപ്പിച്ച പ്രമേയത്തിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2022 ഒക്ടോബർ 18 ചേർന്ന വഖഫ് ബോർഡ് യോഗത്തിൽ ലീഗ് നേതാവ് MC മായിൻ ഹാജിയും അഡ്വക്കേറ്റ് M സൈനുദ്ദീനും അവതരിപ്പിച്ച പ്രമേയത്തിന്റെ പകർപ്പാണിത്. കൈവശക്കാർക്ക് നികുതി ഒടുക്കുന്നതിന് അനുമതി നൽകിയ സർക്കാർ തീരുമാനം റദ്ദാക്കണമെന്നാണ് പ്രമേയത്തിലെ പ്രധാന ആവശ്യം. 2022 ജൂലൈ 20 റവന്യൂ മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ എടുത്ത തീരുമാനപ്രകാരമായിരുന്നു നികുതി ഒടുക്കാൻ അനുമതി നൽകിയത്. ഇത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടവരാണ് സമവായത്തിനെന്ന പേരിൽ ബിഷപ്പ് ഹൗസ് സന്ദർശിച്ച പ്രശ്നപരിഹാരമെന്ന് കൊട്ടി ആഘോഷിച്ച വലിയ വാർത്തയാക്കിയിരിക്കുന്നത്. പാണക്കാട് സയ്യിദ് റഷീദ് അലി തങ്ങൾ വഖഫ് ബോർഡ് ചെയർമാനായിരിക്കെ തിരിച്ചുപിടിക്കാൻ ഉത്തരവിട്ട ഭൂമിയാണെന്നും ഈ പ്രമേയത്തിൽ ലീഗ് നേതാവ് തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വേണ്ടത്ര ചർച്ചയോ കൂടിയാലോചനയോ നടത്താതെയായിരുന്നു 2019 മെയ് 20 ഭൂമി തിരിച്ചുപിടിക്കാൻ വഖഫ് ബോർഡ് തീരുമാനിച്ചത്. ലീഗ് നേതാക്കൾ എടുത്ത ഈ തീരുമാനമായിരുന്നു വിഷയത്തെ അതിസങ്കീർണമാക്കി മാറ്റിയത്. മാത്രമല്ല, നികുതി ഒടുക്കാൻ അനുമതി നൽകി പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ ശ്രമിച്ചപ്പോൾ ലീഗ് അതിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇക്കാര്യം മറച്ചുവെച്ചാണ് ലീഗ് നേതാക്കളായ സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും സഭാ ആസ്ഥാനം സന്ദർശിച്ച് പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കുന്നു എന്ന വിധത്തിൽ വാർത്തയാക്കിയത്. സർക്കാരിന്റെ പരിഹാര ശ്രമങ്ങൾ നീണ്ടുപോകുന്നുവെന്ന ആരോപണവും ലീഗ് നേതാക്കൾ ഉന്നയിച്ചു. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗം അടുത്ത ദിവസം ചേരാനിരിക്കുകയാണ് ഈ ആരോപണം. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിലായിരുന്നു സർക്കാരിന്റെ സമവായ ശ്രമങ്ങൾ വൈകിയത്. ഇക്കാര്യം മറച്ചുവെച്ച് ലീഗ് നേതാക്കൾ സർക്കാരിൽ പഴിചാരി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ലീഗ് നടത്തുന്നത്. ലീഗ് നേതാക്കൾ വഖഫ് ബോർഡിന്റെ തലപ്പത്തിരുന്ന കാലത്തെടുത്ത തീരുമാനമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് വഴിവെച്ചത് എന്ന വസ്തുത സന്ദർശനം ആഘോഷിച്ച UDF മാധ്യമങ്ങളും മറച്ചുവെച്ചു എന്നതാണ് ഖേദകരം. ലത്തീൻ സഭയുടെ നിലപാടുകളും വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇതുവരെ കണ്ണടച്ചിരുന്ന ലീഗ് നേതൃത്വം പൊടുന്നനെ പ്രശ്നപരിഹാരത്തിനായി പുറപ്പെട്ടത് പാലക്കാട് ഇലക്ഷനിൽ UDFന് വോട്ട് ഉറപ്പിക്കുന്നതിനു വേണ്ടിയാണെന്ന് ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാകും. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ലത്തീൻ സഭയുടെ സഹായത്തോടെ ജയിച്ച MPമാരാരും മുനമ്പം വിഷയത്തിൽ സഭയ്ക്കൊപ്പം നിന്നില്ല എന്ന ആക്ഷേപം എല്ലായിടത്തു നിന്നും ഉയർന്നു കേൾക്കുമ്പോഴാണ് കുഞ്ഞാലിക്കുട്ടിയുടെ സന്ദർശനത്തിൽ എല്ലാം പരിഹരിക്കപ്പെടുമെന്ന പ്രഖ്യാപനവുമായി ലത്തീൻ സഭ എത്തിയിരിക്കുന്നത്. എന്നെ തല്ലേണ്ട അമ്മാവ ഞാൻ നന്നാവൂല എന്ന് പണ്ടാരോ പറഞ്ഞത് ഇവരെ കുറിച്ചാണോ എന്നറിയാൻ പാലക്കാട് തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ കാത്തിരുന്നാൽ മതിയാകും.